കേന്ദ്ര സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും വിമർശിച്ച് നടനും തമിഴക വെട്രി കഴകം പ്രസിഡന്റുമായ വിജയ് ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ കുറിച്ചുള്ള രചനകൾ സമാഹരിച്ച് VCK ഡെപ്യൂട്ടി ജനറൽ ആദവ് അർജുന തയ്യാറാക്കിയ എല്ലോർക്കും തലൈവർ അംബേദ്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടൻ. നമ്മൾ ശബ്ദമുയർത്തണം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പരിഹാരം ലളിതമാണ്. ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നാണ് വിജയ് പറഞ്ഞത്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെയും വിജയ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്നും അംബേദ്കർ ജന്മദിനം രാജ്യം ജനാധിപത്യ അവകാശ ദിനമായി ആചരിക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒരു മുതിർന്ന സഖ്യ പങ്കാളിയുടെ നിർബന്ധം മൂലം VCK പ്രസിഡന്റ് തോൽ തിരുമാവളന പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും വിജയ് ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞു. സഖ്യകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദം മൂലം അംബേദ്കറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും പിന്മാറിയ തിരുമാവളന്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും വിജയ് പറയുകയുണ്ടായി. ആദ്യം MK സ്റ്റാലിനെയായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സ്റ്റാലിന് പകരം വിജയ് ആയി. ഒക്ടോബറിൽ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജയ്ക്കൊപ്പം വേദി പങ്കിടാൻ തിരുമാവളൻ സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം പിന്മാറി. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും നിലനിൽപ്പിനായി രാഷ്ട്രീയ സഖ്യത്തെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരെ താൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നിരാശാജനകമായ സഖ്യത്തിന്റെ കണക്കുകൂട്ടലുകൾ 2026 ജനങ്ങൾ തന്നെ നശിപ്പിക്കുമെന്നാണ് വിജയ് പറഞ്ഞത്. അതേസമയം തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK നടത്തുന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വിജയ് എത്തിയത് ശ്രദ്ധേയമായി. സർക്കാർ ഇപ്പോൾ നൽകുന്ന സഹായം വെറും താൽക്കാലികം മാത്രമാണെന്നും ഇതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ലെന്നുമാണ് വിജയ് വിമർശിച്ചത്. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സഹായം വിതരണം ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന നേതാക്കൾ മാധ്യമ ശ്രദ്ധ മങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളെ ഉപേക്ഷിക്കുമെന്നും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രാഥമിക മുൻകരുതൽ നടപടികൾ പോലും നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും വിജയ് വിമർശിച്ചു. പ്രതിപക്ഷത്തെ വിമർശിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണാധികാരികൾക്ക് ആയുസ്സില്ലെന്നാണ് ചരിത്രം തെളിയിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണം, കുടിവെള്ളം, പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നൽകുന്നത് തുടരാൻ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും TVK കേഡറുകളോട് വിജയ് അഭ്യർത്ഥിച്ചിരുന്നു. അവരുടെ തുടർച്ചയായ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു.